സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 22/1/2025. സോ ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ആദ്യം തന്നെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ടുമായി ബന്ധപ്പെട്ടൊരു ഇൻഫോർമേഷനാണ് നൽകുന്നത്. ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ല. നിലവിൽ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രോസസ്സിങ്ങിലാണ്. അധികം വൈകാണ്ട് തന്നെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻ സൈറ്റിലും മറ്റുമായിട്ട് വരുമ്പോൾ നിങ്ങളിലേക്കത് എത്തിക്കുന്നതായിരിക്കും. ഒരുപാട് കമൻസിലും മറ്റുമായിട്ട് ഒരുപാട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രസ് റിലീസിലൂടെ ഈ ഒരു ഇൻഫോർമേഷൻ ആഡ് ചെയ്തത്. ഡിഗ്രി തേർഡ് സെമസ്റ്റർ എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് 24-ാം തീയതിയാണ് കമൻസ്മെൻറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയും ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതുവരെയും ടൈം ടേബിൾസും കാര്യങ്ങളൊന്നും തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ തേർഡ് സെമസ്റ്റർ ന്യൂ ജനറേഷൻ കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം അതിൽ ഫെബ്രുവരിയാണ് എക്സാം ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു തേർഡ് സെമസ്റ്റർ ന്യൂ ജനറേഷൻ കോഴ്സുകാരുടെ കൂടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഉണ്ടാവുക. ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളൊക്കെ അത് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രസ് റിലീസ് അപ്ഡേറ്റിലേക്ക് പോകാം. 2023 ഡിസംബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ BTech 2013 സ്കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സ്ക്രൂട്ടനിക്കും 2025 ഫെബ്രുവരി 1 വരെ അപ്ലൈ ചെയ്യാം. 2024 ഓഗസ്റ്റിൽ നടത്തിയ 1ാം വർഷ BBA ആനുവൽ സ്കീം പ്രൈവറ്റ് രജിസ്ട്രേഷൻ, റെഗുലർ 2023 അഡ്മിഷൻ, ഇംപ്രൂവ്മെൻറ്റ്, സപ്ലിമെൻ്ററി 2022 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2020-21 അഡ്മിഷൻ, മെയ് സെക്ഷൻ 16-18 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്കും റീവാലുവേഷനും അപേക്ഷകൾ സർവകലാശാല ഓഫീസിൽ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 12 കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്തെ 3ാം സെമസ്റ്റർ BTech 2018 സ്കീം സപ്ലിമെൻ്ററി ഡിസംബർ 2024 പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മനുസ്ക്രിപ്റ്റഡ് ലൈബ്രറിയിൽ PG ഡിപ്ലോമ ഇൻ പാലിയോഗ്രഫി ആൻഡ് കൺസർവേഷൻ ഓഫ് മനുസ്ക്രിപ്റ്റഡ് കോഴ്സിലേക്ക് റെഗുലർ 2024-25 ബാച്ച് അഡ്മിഷനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 ജനുവരി 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കുറഞ്ഞത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. SC/ST വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് കേരള സർവകലാശാല മാനദണ്ഡങ്ങളനുസരിച്ചുള്ള ഇളവുണ്ടായിരിക്കുന്നതാണ്. പ്രായപരിധിയില്ല. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും സൈറ്റിൽ ലഭ്യമാണ്. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ 0471-230-8421 9495-700-985 എന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ മറ്റൊരു ഇൻഫർമേഷൻ, മനോമണിയം സുന്ദരനാർ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ദ്രവിഡിയൻ കൾച്ചറൽ സ്റ്റഡീസ് ഫങ്ഷണൽ മലയാളം ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിനെ പറ്റിയിട്ടാണ്. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനോമണിയം സുന്ദർനാർ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ദ്രവിഡിയൻ കൾച്ചറൽ സ്റ്റഡീസ് 2025 ഏപ്രിൽ 15 മുതൽ 2025 ജൂലൈ 15 വരെ 3 മാസത്തെ ഫങ്ഷണൽ മലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് ബാച്ച് വി ഓൺലൈനായിട്ട് നടത്തുന്നു. മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും വിവർത്തനം ചെയ്യാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് സിലബസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 3 മാസമാണ് കോഴ്സിൻ്റെ കാലാവധി. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 6 മുതൽ 8 മണി വരെയാണ് ക്ലാസ്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി വിജയമാണ് അടിസ്ഥാന യോഗ്യത. കോഴ്സിൽ പങ്കെടുക്കുന്നതിന് ഉയർന്ന പ്രായപരിധിയില്ല. അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ കോഴ്സ് ഫീയായ 500 രൂപ കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അറ്റൻഡൻസ്, ഗ്രൂപ്പ് വർക്ക്, എഴുത്തു പരീക്ഷ, വാചക പരീക്ഷ എന്നിങ്ങനെയാണ്. 100 മാർക്കാണ് ആകെ സ്കോർ. കോഴ്സ് വിജയിക്കുന്നതിനും 50 മാർക്ക് നേടണം. കോഴ്സ് ചേരാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ അപേക്ഷകൾ ഡയറക്ടർ MSICDCS തമിഴ് വകുപ്പ് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ് എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഫെബ്രുവരി 10 വൈകുന്നേരം 5 മണി മുതലാണ്. കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമായ അപേക്ഷ പൂരിപ്പിച്ച് SLC പ്ലസ് സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും 2025 ഫെബ്രുവരി 10 ഡോക്ടർ ജയകൃഷ്ണൻ P. പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് തമിഴ് ആൻഡ് ഹോണേഴ്സ് ഡയറക്ടർ, MSICDCS കേരള സർവകലാശാല കാര്യവട്ടം തിരുവനന്തപുരം 695581 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി അതിൽ കൊടുത്തിരിക്കുന്നത്, ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയായ പെട്ടിമുടി, മൂന്നാർ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷകൻ തൻ്റെ പേര് രേഖപ്പെടുത്തുമ്പോൾ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ കൂടാതെ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ അക്ഷരത്തിൽ തന്നെ നൽകുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നിലവിലെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.